ഹായ് ഗൈസ്, നമ്മളിന്ന് കേരള ടു ലഡാക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്യുവാണ് വിയ കന്യാകുമാരി, കാശ്മീർ, ലഡാക്ക്. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ ഈ ഒരു ട്രിപ്പിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് നാളുകൊണ്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, നടക്കാതെ പോയി ഒരു 3-4 വർഷമായിട്ട്. അപ്പോൾ ഈ ഒരു വർഷം നമ്മളത് എങ്ങനെയെങ്കിലും അങ്ങനെ സാധിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ നമ്മൾ പ്ലാൻ ചെയ്തു. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഫലമായിട്ട് നമ്മൾ ഫസ്റ്റ് ദിവസം നമ്മളിവിടെ കന്യാകുമാരി എൻഡിൽ വന്ന് നിൽക്കുവാണ്. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ അതാണ്. അപ്പോൾ ഞാനുണ്ട്, എൻ്റെ പേര് പോൾ ഡാനിയൽ, ഇത് അനൂപ് അനിൽ, ഫയാസ്. അപ്പോൾ നമ്മൾ 3 പേരും കൂടെയാണ് പോകുന്നത്. കടലിൻ്റെ സാക്ഷിയായി അതെ, നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ മുന്നോട്ട് യാത്രയിൽ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ആളുടെ പ്ലാനുണ്ട്. അപ്പം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഡി ഹിമോസ് എന്ന് പറയുന്ന ഒരു ടീമായിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ടീഷർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ലേ ലഡാക്ക് എക്സ്പെഡിഷൻ എന്ന് പറഞ്ഞിട്ടാണ്. കേരള ടു കാശ്മീർ ലേ ലഡാക്ക് എക്സ്പെഡിഷൻ. അപ്പോൾ നമ്മളെന്തായാലും പോയിട്ട് വരാം. ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റുകളൊക്കെ ഉണ്ടാവും. അപ്പം സേഫായിട്ട് പോയിട്ട് വരാം. എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. താങ്ക് യു. ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് കന്യാകുമാരിയുടെ അറ്റത്താണ്. ഇപ്പോൾ നമ്മൾ ലഡാക്ക് പോകുന്ന വീഡിയോ ആണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ കയ്യിൽ 3 ബൈക്കുണ്ട്. 3 ഹിമാലയനാണ് 411. ഇത് ഫയാസിൻ്റെ മെഷീൻ, ഇത് അനൂപ് അനിലിൻ്റെ മെഷീൻ, ഇത് എൻ്റെ മെഷീൻ. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങുവാണ്. അവരവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ പോയിട്ട് വരാം. അപ്പോൾ നമ്മുടെ അപ്ഡേറ്റ് ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ കാണാം. ഗൈസ്, നമ്മളിങ്ങനെ പോണ വഴിക്ക് നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ആക്കാമെന്ന് പറഞ്ഞാണ് വന്നത്. നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. പക്ഷേ നമുക്ക് ടീ മാത്രമേ കിട്ടിയുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, ലഞ്ച് ഉണ്ടെന്നാണ് പറയുന്നവർ. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 150 കിലോമീറ്റർ ഓട്ടിച്ചു. ഞാൻ കന്യാകുമാരിയിൽ നിന്നാണ് ട്രിപ്പ് 0 ആക്കിയത്. കിലോമീറ്റർ ഇപ്പം 12,130 ട്രിപ്പിൽ 53 കിലോമീറ്റർ. അപ്പോൾ ഇവിടുന്ന് ചായ കുടിച്ചിട്ട് അടുത്ത് കഴിക്കാൻ എവിടെയെങ്കിലും ഫുഡ് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഉള്ളിടത്ത് നിർത്താം. അതായത് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്താം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തിയൊക്കെയാണ്. ഇവിടെ പോണ വഴിയിലൊരു ഹോട്ടൽ കണ്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയത്. അപ്പോൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കഴിക്കാനായിട്ട് പോവുകയാണ്. തിരുനെൽവേലി എത്താറായി. അപ്പോൾ ഞാൻ ഇഡ്ഡലിയാണ് പറഞ്ഞത്, ഫയാസും ഇഡ്ഡലിയാണ്, അനൂപ് ദോശ വന്നില്ല. ദോശ വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മളിത് കഴിക്കട്ട്. എടാ ഫയസേ, കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറ. നീ കഴിച്ചാ ആണോ? അപ്പൊ കഴിക്കാല്ല, സെറ്റല്ല, കൊള്ളാം, അടിപൊളി. നമ്മളെവിടെ പോവുക, അവിടുത്തെ ഫുഡ് കഴിക്കുക. അതാണോ നമ്മള് ചേരയിൽ തിന്നുന്ന നാട്ടിൽ പോയ നടുകണ്ടം തന്നെയാണോന്നാണ്. അപ്പോൾ അതുകൊണ്ട് കഴിക്കാം. കൊള്ളാം, ഫുഡ് കൊള്ളാം. അപ്പോൾ നമ്മൾ കഴിക്കുകയാണ്. ഓക്കെ, ഞങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞായിരുന്നു. 160 റുപ്പീസാണ് നമുക്ക് 3 പേർക്കും കൂടെ ആയത്. ദോശ, ഇഡ്ഡലി, ടീ എല്ലാം കൂടെ 160 രൂപ ബ്രേക്ക്ഫാസ്റ്റിന്. ഓക്കെ, കാണാം. ഏതെങ്കിലും ഒരു മൂവിയിൽ കണ്ടിട്ടുണ്ടോ? ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദുൽഖറിന്റെ LPCB ഇല്ലേ, നീലാകാശം പച്ചക്കറി ചുവന്ന ഭൂമി. അതില് ദുൽഖർ അസീനെ തേടി പോകുന്ന വഴിക്ക് കാണിക്കുന്ന ദുൽഖറിന്റെ ടയറൊക്കെ പഞ്ചറാക്കത്തില്ലേ നമ്മുടെ ഒരു മാമൻ. ആ മാമന്റെ പഞ്ചർ ഷോപ്പിൽ അതിന്റെ മണ്ടയിലാണ്.
അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ റെഡ്ഡിയാർപ്പെട്ടി എന്ന് പറയും, തിരുനെൽവേലിക്ക് അടുത്താ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടതാ, അപ്പം നിർത്തി. അപ്പോൾ ജസ്റ്റ് 1-2 ഫോട്ടോയും വീഡിയോ എടുക്കാൻ വേണ്ടി നിർത്തിയതാ. ലഞ്ചിന് വേണ്ടി ഒരു ഹോട്ടലിൽ കയറി. അപ്പോൾ അവിടെ നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസാണ് പറഞ്ഞത്. എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ, കഴിച്ചിട്ട് പറയാം. ഡിണ്ടിഗൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. കണ്ടിട്ട് കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ കഴിക്കട്ടെ. ബൈ. നമ്മളിപ്പോൾ ഉച്ചക്കറി കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രണ്ടിലോട്ടാണ് നിൽക്കുന്നത്. ഉച്ചയ്ക്ക് ലഞ്ച് കഴിഞ്ഞു. ലഞ്ച് ഫ്രൈഡ് റൈസ് ആയിരുന്നു. പിന്നെ അത് എല്ലാം കൂടെ ഒരു 350 രൂപയായി. ഒരു 3 ഫ്രൈഡ് റൈസും ഒരു 4 ബോട്ടിൽ വെള്ളവും എല്ലാം കൂടെ ഒരു 350 ആയി. ഇപ്പോൾ നമ്മൾ ഒരു 10-30 കിലോമീറ്റർ കഴിച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഉറക്കം ഫീൽ. അതുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത്. ഇന്നത്തെ റൈഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്തേക്കുവാണ്. ഫസ്റ്റ് ഡേ ബാംഗ്ലൂരാണ് നമ്മൾ വൈൻഡപ്പ് ചെയ്തേക്കണ. ഇവിടെ എൻ്റെ ഫ്രണ്ട് അഭിജിത്തിൻ്റെയും ദീപക്കിൻ്റെയും റൂമിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ നൈസായിട്ട് ഇവന്മാരെ സ്കിപ്പ് ചെയ്ത് തുംകൂര് സ്റ്റേ അടിക്കാനാണ് നോക്കിയത്. പക്ഷേ ഇവന്മാർ സമ്മതിച്ചില്ല, ഇവിടെ വന്നിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് ഏകദേശം 730 സംതിങ് കിലോമീറ്ററാണ് കവർ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ റൈഡ് അടിപൊളിയായിരുന്നു. ഭാഗ്യത്തിന് നമുക്ക് ഒരുപാട് ഭയങ്കര മഴയൊന്നും കിട്ടില്ല, ജസ്റ്റ് ചാറ്റൽ മഴയും കാര്യങ്ങളാണ് കിട്ടിയത്. അപ്പോൾ ഇന്ന് കഴിച്ചിട്ട് നമ്മൾ നാളെ രാവിലെ ഒരു 4 മണി 5 മണി ആ സമയത്ത് ഇറങ്ങാനായിട്ട് പോവാണ്. അങ്ങോട്ട് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇന്ന് നമുക്ക് ഫുഡും സ്റ്റേയും എല്ലാം ഇവരുടെ വകയാണ്. അപ്പോൾ ഫുഡ് ദോശയുണ്ട്, പിന്നെ എന്തോ കറിയുണ്ട്, ഗ്രീൻ പീസ് കറിയാണെന്ന് തോന്നുന്നു. സ്റ്റ്യൂ ആണ് കേട്ടോ, സ്റ്റ്യൂ ഉണ്ട്. പിന്നെ കട്ടൻ ചായ ഉണ്ട്. പിന്നെ ഫയാസ് അവിടെ റൈഡ് ചെയ്ത് തളർന്ന് ഫോൺ നോക്കി ഇരിപ്പുണ്ട്. അനൂപ് റൂമിലാണ്. പിന്നെ നമ്മുടെ പിള്ളേർ ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഓംപ്ലേറ്റ് അടിക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ? ഇന്ന് ദീപക് സ്പെഷ്യൽ ഓംപ്ലേറ്റ്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് നാളെ കാണാം. ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഓടി ടയേർഡായിട്ടുണ്ട്. അപ്പോൾ ബാംഗ്ലൂരാണ് സ്റ്റേ.